കർത്താവെ, അവിടുന്ന് ഇന്ന് യെരുശലേം ദേവാലയത്തിലേക്ക് സമാധാന പ്രഭുവായി രാജാതിരാജനായി വന്നതുപോലെ ഞങ്ങളുടെ ഹൃദയവാതിലുകൾ തുറന്ന് ഞങ്ങളുടെ സമാധാനമായും രാജനായും അവിടുന്ന് വരണമേ. എല്ലാവർക്കും ഓശാന പെരുന്നാളിൻ്റെ പ്രാർത്ഥനാശംസകൾ നേരുന്നു. ഇന്നത്തെ എഫാത്തയിൽ പങ്കുവയ്ക്കപ്പെടുന്നതായ ഈ വചനത്തിനായി നിങ്ങളുടെ കാതുകളും കണ്ണുകളും മനസ്സുകളും തുറക്കപ്പെടട്ടെ. ഓശാന എന്ന എബ്രായ പദത്തിൻ്റെ അർത്ഥം യഹോവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നതാണ്. കുറച്ചുകൂടി കൃത്യവും മറ്റ് തർജ്ജമകളിൽ ഉപയോഗിച്ചിരിക്കുന്നതുമായ അർത്ഥം യഹോവേ ഞങ്ങളെ ഇപ്പോൾ രക്ഷിക്കണമേ എന്നതാണ്. ഇത് ഒരേ സമയം ഒരു നിലവിളി ശബ്ദവും ആർപ്പിടലുമാണെന്ന് വേദപുസ്തകവും അതിൻ്റെ വിവർത്തനങ്ങളും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വ്യക്തത വരുത്തുവാൻ സുപരിചിതമായ ഒരു ഉദാഹരണം സൂചിപ്പിക്കാം. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ വിപ്ലവം വിജയിക്കട്ടെ എന്നർത്ഥം വരുന്ന ഇൻകുലാബ് സിന്ദാബാദ് എന്ന ഉറുദു പദങ്ങൾ ആദ്യമൊക്കെ ബ്രിട്ടീഷുകാരുടെ വെടിക്കോപ്പുകൾക്ക് മുൻപിൽ രക്തസാക്ഷിത്വം വരിച്ച ധീരരുടെ അവസാന നിലവിളി ശബ്ദമായിരുന്നു. പിന്നീട് സ്വാതന്ത്ര്യലബ്ധിയിലേക്ക് ഓരോ ചുവട് അടുക്കുമ്പോഴും സമരങ്ങൾ വിജയിക്കുമ്പോഴും ഇൻകുലാബ് സിന്ദാബാദ് എന്നത് ഒരു ആഘോഷാർപ്പും മുദ്രാവാക്യവുമായി മാറി. അതേപോലെ ഓശാന എന്ന ശബ്ദവും ഒരു നിലവിളിയും ആർപ്പിടലുമാണ്. ഇന്ന് നിങ്ങൾ കർത്തന് ഓശാന പാടിയപ്പോൾ ഉള്ളിൽ ഉയർന്ന നിലവിളികളെ ഒന്ന് ഓർത്തു നോക്കിക്കേ. ദൈനംദിന പ്രാർത്ഥനകളിൽ നിസ്സഹായമായി നീറുന്ന നൊമ്പര മനസ്സ് തമ്പുരാന് വെച്ചു നീട്ടിക്കൊണ്ട്, നാഥ, ഞങ്ങളുടെ ഈ പ്രതിസന്ധിയിൽ, രോഗത്തിൽ, വേദനയിൽ, ആകുലതയിലെല്ലാം അവിടുന്ന് ഇപ്പോൾ ഇടപെടണമേ, ഞങ്ങളെ ഇപ്പോൾ രക്ഷിക്കണമേ എന്നെല്ലാമുള്ള ഓശാന നിലവിളികൾ ഉണ്ടാകാറില്ലേ? എങ്കിൽ പ്രിയരെ, ഓശാനയുടെ സത്വാർത്ഥയിൽ ഒന്നാമത്തേത് നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ്. കർത്താവിന് വാഹനമായി ഒരു കഴുതക്കുട്ടിയെ മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ എന്നിരിക്കെ വചനത്തിൽ അമ്മ കഴുതയെ കൂടി കൂട്ടിക്കൊണ്ടുപോരുവാൻ യേശു പറയുന്നത് അമ്മയെ വിട്ടുപിരിഞ്ഞാൽ കഴുതക്കുട്ടിക്ക് ഉണ്ടായേക്കാവുന്ന വ്യഥയെക്കുറിച്ചിട്ട് ഓർത്തല്ലാതെ എന്താണ്? ഒരു കഴുതക്കുട്ടിയുടെ നൊമ്പരത്തെ പോലും ആഴത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന നമ്മുടെ അരുമനാഥൻ തൻ്റെ ഛായയിൽ സൃഷ്ടിച്ച പൊന്നുമക്കളായ നമ്മെ എത്രയധികം കരുതും. ഒന്നു മാത്രമേ വേണ്ടൂ, തള്ളയാം യേശുവിൻ കയ്യിലേൽപ്പിക്കലി, തള്ളയാം യേശുവിൻ കയ്യിലേൽപ്പിക്കലി, രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി. സ്നേഹിതരെ, ഈ ഉശാനയിൽ നാം ഒറ്റയ്ക്കല്ല എന്നും നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ടെന്നും അവനായുള്ള നല്ല പദ്ധതികളിൽ യേശുവിന് നമ്മെ ആവശ്യമുണ്ടെന്നും നാം മനസ്സിലാക്കണം. ഇവിടെ ചേർത്ത് ചിന്തിക്കേണ്ടത് ആ കഴുതക്കുട്ടിയെക്കുറിച്ചാണ്. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 2-ാം തിരുവചനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് അത് ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയായിരുന്നുവെന്ന്. എന്ന് പറഞ്ഞാൽ യേശുവല്ലാതെ മറ്റാരും ആ കഴുതക്കുട്ടിയിന്മേൽ കയറിയിട്ടില്ല. അവന് മറ്റൊരു യജമാനനും ഉണ്ടായിട്ടില്ല. ഒരേ സമയം 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് വിശുദ്ധ മത്തായി 6-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. യേശുക്രിസ്തു നിർമ്മല ഹൃദയത്തിലാണ് വസിക്കുന്നത്. നമ്മുടെ ഹൃദയം യേശുവിന് വസിപ്പാൻ മാത്രം നിർമ്മലമാണോ? അതോ ആ ഹൃദയത്തിൽ യേശുവിനെ പുറന്തള്ളിക്കളയുവാൻ പാകത്തിലുള്ള മറ്റെന്തെങ്കിലുമാണോ നമ്മെ ഭരിക്കുന്നത്? ലഹരിയുടെയും ദുർനടപ്പിൻ്റെയും ദുശ്ചിന്തകളുടെയും അവിശുദ്ധ ബന്ധങ്ങളുടെയും അടിമത്തത്തിലാണോ നമ്മൾ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഈ ഓശാന പെരുന്നാൾ നമ്മോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും തെറ്റായ മാർഗത്തിൽ സഞ്ചരിച്ചു പോയവരാണ് നിങ്ങളെങ്കിൽ യേശുവിൻ്റെ രാജകീയ വരവിനായി തങ്ങളുടെ പുറംകുപ്പായത്തെ വിരിച്ച് ഊശാന സ്തുതികൾ പാടിയ ആ ജനത്തെ പോലെ നമുക്കും നമ്മുടെ പാപമാകുന്ന പുറംകുപ്പായം നിലത്തിട്ടുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിനെ സ്വജീവിതത്തിലേക്ക് രാജാവായി നാഥനായി വരവേൽക്കാം. കർത്താവെ, ഞങ്ങളെ ഇപ്പോൾ രക്ഷിക്കണമേ എന്ന് നമ്മൾ നിലവിളിക്കുമ്പോൾ ബത്സേദ കുളക്കരയിൽ കിടന്ന മനുഷ്യനോട് ചോദിച്ച ചോദ്യം പോലെ ഒരു ചോദ്യം യേശു നമ്മോട് ഇന്ന് ചോദിക്കുന്നുണ്ട്. നിനക്ക് രക്ഷ പ്രാപിപ്പാൻ ഇപ്പോൾ മനസ്സുണ്ടോ? നിനക്ക് ഇപ്പോൾ തന്നെ മാനസാന്തരപ്പെടുവാനുള്ള മനസ്സുണ്ടോ? നീ ഇതുവരെ ആയിരുന്ന പാപത്തിൻ്റെ പുറങ്കുപ്പായം ഇപ്പോൾ തന്നെ അഴിച്ചു കളയുവാൻ, ഉപേക്ഷിക്കുവാൻ മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ സക്കായിയോട് പറഞ്ഞതുപോലെ ഇന്ന് നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷ കൈവരിക്കുവാനുള്ള ദിവസമാണ്.
ക്രിസ്ത്യാനിറ്റി ഈസ് എ ലിവിങ് എക്സ്പീരിയൻസ് വിത്ത് ക്രൈസ്റ്റ്. ഭൂതകാലവും ഭാവി കാലവുമല്ല, യേശുക്രിസ്തുവിനോടൊപ്പം ഇപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടോ എന്നതാണ് ക്രിസ്തീയതയുടെ, ക്രിസ്താനുഭവത്തിൻ്റെ അടിസ്ഥാന ചോദ്യം. അങ്ങനെയുണ്ടെങ്കിൽ യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് രാജാവായും ജീവിതത്തിലേക്ക് സമാധാനമായും വരുന്ന ദിവസമാണ് ഇന്ന്. ഈ വിശുദ്ധ വാരത്തിലേക്ക് ഓശാനയിലൂടെ നാം കടക്കുമ്പോൾ ഓർക്കേണ്ടുന്നതായ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ എളിയ സംഭാഷണത്തിൽ പറഞ്ഞു വെച്ചത്. ഒന്ന്, കഴുതക്കുട്ടിയെ അമ്മയോട് ചേർത്ത് വയ്ക്കുന്ന നമ്മുടെ അപ്പനായ യേശു നമ്മുടെയും നിലവിളികളെ സഗൗരവം കേൾക്കുന്നു. അവൻ നമ്മുടെ നൊമ്പരത്തെ അറിഞ്ഞ് നമ്മെ കരുതുന്നുണ്ട്. നിന്നെ എനിക്ക് ആവശ്യമുണ്ട് എന്ന് എന്നും അവൻ നമ്മോട് പറയുന്നുണ്ട്. യിരെമ്യാ പ്രവാചകൻ 29:11 പറയുന്നത് പോലെ നമ്മെക്കുറിച്ച് അവന് നല്ല ഒരു പദ്ധതിയുമുണ്ട്. രണ്ടാമത്തെ ചിന്ത ആ കഴുതക്കുട്ടിയെ പോലെ ആവുക എന്നതാണ്. മറ്റാരും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടിയെ പോലെ യേശു മാത്രമായിരിക്കണം നമ്മുടെ യജമാനൻ. അവിടെ ലോകമോഹങ്ങൾക്കോ പൈശാചിക ചിന്തകൾക്കോ പ്രവൃത്തികൾക്കോ ലെവലേശം സ്ഥാനമുണ്ടാകരുത്. മൂന്നാമതായി നാം പറഞ്ഞത് ഓശാന നമ്മുടെ പുറങ്കുപ്പായത്തെ അഴിച്ചു കളയുവാൻ ആഹ്വാനം ചെയ്യുന്നു എന്നതാണ്. പാപത്തിൻ്റെ പുറങ്കുപ്പായം അഴിച്ചു കളയുമ്പോഴാണ് ഓശാന പാടുവാൻ നമ്മുടെ നാവുകൾക്ക് ബലം ലഭിക്കുന്നത്. പാപം ഒഴിഞ്ഞുള്ള നമ്മുടെ ജീവിതത്തിലേക്കാണ് യേശു രാജാവായി കടന്നു വരുന്നത്. അതേ പ്രിയമുള്ളവരെ, അങ്ങനെ കരുതുന്ന കരമായി, നമ്മുടെ ഇടയനായി, യജമാനനായി, പാപം പോക്കുന്നവനായി, സമാധാന പ്രഭുവായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് യേശു ക്രിസ്തു വരുമ്പോൾ നമ്മുടെ ഊശാന നിലവിളികൾ ആർപ്പിടലുകളായി മാറട്ടെ. ഇന്നത്തെ ഈ ചിന്തകൾക്ക് വിരാമം കുറിക്കുമ്പോൾ ആ സ്വർഗീയ പിതാവിനായുള്ള നമ്മുടെ സ്തുതി ആരാധനകൾ പൈശാചിക ലോകത്തെ വിറപ്പിക്കുകയും ഭയചകിതരാക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒടുവിൽ ആ പൈശാചിക ശക്തികൾ വന്ന് നമ്മെ നിശബ്ദരാക്കുവാൻ ശ്രമിക്കുമ്പോൾ യേശുവിൻ്റെ ഈ വാക്കുകൾ നമുക്ക് സധൈര്യം സുദൃഢം പറയുവാൻ സാധിക്കട്ടെ. ഞങ്ങൾ സത്യമായി നിങ്ങളോട് പറയുന്നു, ഞങ്ങൾ മിണ്ടാതിരുന്നാൽ ഞങ്ങൾക്ക് ചുറ്റുമുള്ള ഈ കല്ലുകളും വൃക്ഷങ്ങളും പ്രപഞ്ചവും യേശുവിനായി ആർത്തുപാടും. ആമേൻ. എന്നെ കരുതിയവൻ സ്നേഹം